എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കണം എന്തെന്ന് അറിയാമോ? അത് ഗൈസ്, ഇന്ന് നമ്മുടെ കുഞ്ഞിയുടെ ബർത്ത്ഡേ ആണ്. അമ്മയ്ക്കും അച്ഛയ്ക്കും അപ്പൂപ്പയ്ക്കും അമ്മൂമ്മയ്ക്കും ഒരാളും കൂടെ ഉണ്ട്. അവൻ പിന്നെ ചേച്ചി അപ്പുറത്തെ വീട്ടിൽ, ശ്രീയ ചേച്ചി അപ്പുറത്തെ വീട്ടിൽ, അന്ന് ചേച്ചി അമ്മ വീട്ടിലാണ്, ടീച്ചർ ചേച്ചി അമ്മ വീട്ടിലാണ് കേട്ടോ. ടീച്ചർ ചേച്ചിന്റെ വീട് എവിടെയാണെന്ന് അറിയാവോ അമ്മയ്ക്ക്? അതാണ് ചേച്ചിന്റെ വീടിന്റെ അപ്പുറത്ത് കേട്ടോ. കുളിച്ചിട്ടൊക്കെ കാണാന് ഓക്കെ. വേണ്ട ഇന്നൊരു സദ്യ അത്യാവശ്യമാണല്ലോ. അങ്ങനെ വേഗം തന്നെ അടുക്കളപ്പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെ കുഞ്ചുവിനെ വേഗം ഒന്ന് കുളിപ്പിച്ച് ഫ്രഷപ്പാക്കി കൊണ്ടുവന്നു. അമ്പലത്തിൽ പോകണ്ടേ, കുഞ്ചുവിനെ മേക്കപ്പ് ചെയ്യിക്കാൻ ഇച്ചിരി പാടാണ്. ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും. പിന്നെ ഒന്ന് പുന്നാരിപ്പിച്ച് കൊഞ്ചിച്ചൊക്കെ വന്ന് കഥയൊക്കെ പറഞ്ഞാലേ കുഞ്ചു ഒന്ന് വന്ന് നമ്മുടെ അടുത്ത് നിൽക്കുന്ന വരത്തുള്ളൂ. പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ കഷ്ടപ്പെട്ട് മേടിച്ചാണല്ലോ. എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ ഉണ്ടായിരുന്നു അവൾ ലിപ്സ്റ്റിക്ക് മേടിച്ച കഥയൊക്കെ. അപ്പം അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. നേരെ അമ്പലത്തിൽ പോയി തൊഴുതു. അമ്പലത്തിലെ വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം കുഞ്ചുവിന് ഇപ്പോൾ സെൽഫ് വ്ളോഗിങ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഫോൺ തരത്തില്ല. പിന്നീട് ഞങ്ങൾ ഇറങ്ങിയത് മിഠായി കൊടുക്കാനാട്ടോ എല്ലാവർക്കും. പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ കൂട്ടുകാർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ മിഠായി കൊടുത്ത കഥ കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. പോയത് അവളുടെ അംഗനവാടിയിലേക്ക് കേട്ടോ. ഈ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുഞ്ചുവിന് സ്കൂളിൽ കൊണ്ടുപോയി മിഠായി കൊടുക്കുന്ന പരിപാടി നടക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അംഗനവാടിയിൽ അവളുടെ പഴയ ഫ്രണ്ട്സും പിന്നെ ടീച്ചറും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ അംഗനവാടി പോയി മിഠായിയൊക്കെ കൊടുത്തു. ടീച്ചേഴ്സ് എല്ലാം വിഷൊക്കെ ചെയ്തു. കുഞ്ചുവിന് ആക്ച്വലി ഭയങ്കര സന്തോഷമായിട്ടോ എല്ലാവർക്കും മിഠായിയൊക്കെ കൊടുത്തപ്പോഴേക്ക്. ആക്ച്വലി കുഞ്ചു ഇങ്ങനെ മിഠായിയൊക്കെ കൊടുക്കുകയും എല്ലാവരും ക്ലാപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിലെ നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചൊക്കെ ആയിട്ടോ സത്യത്തെ ആലോചിച്ചത്. ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഞങ്ങൾ അംഗനവാടിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ കുഞ്ചുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കുഞ്ചുവിൻ്റെ ഇവിടെ വീടിനടുത്തുള്ള കുട്ടിപ്പട്ടാളങ്ങളാട്ടോ. കുഞ്ചു ഡ്രസ്സൊക്കെ മാറി ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേക്ക് മുറിക്കാൻ വേണ്ടിയാട്ടോ. അപ്പോൾ കേക്ക് മുറിക്കുന്നതിന് തന്നെ കുഞ്ചുവിന് ബർത്ത്ഡേ ഗിഫ്റ്റും ഒക്കെ കിട്ടി. ഇതായിരുന്നു ഞങ്ങളുടെ കേക്ക്. ഞാൻ പിൻട്രസ്റ്റ് നോക്കി എടുത്താട്ടോ. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ കേക്ക് അങ്ങ് കട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ എല്ലാവർക്കും കേക്ക് കൊടുത്തു. കുഞ്ചുവിന് കേക്ക് കട്ട് ചെയ്യാനും കേക്ക് ഇങ്ങനെ എല്ലാവർക്കും കൊണ്ടുപോയി വായിച്ച് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. അവളുടെ ഫ്രണ്ട്സിന് കൊടുക്കുക എന്നുള്ളതാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എത്ര പെട്ടെന്ന് കുഞ്ഞിക്ക് 5 വയസ്സായതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ. കുഞ്ഞി പെട്ടെന്നാണ് വലിയ കുട്ടികളാവുന്നത് എല്ലാവരും. നമ്മുടെ ഉള്ളം കയ്യിൽ നിന്നും അവരുടെ കൈ വലുതായി മാറി അവർ വലിയൊരു ലോകത്തേക്ക് പോകാമെന്ന് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട് സങ്കടമുണ്ട്. കുഞ്ഞിയുടെ ബർത്ത്ഡേക്ക് ഇങ്ങനെ കേക്ക് മുഖത്ത് തയ്ക്കണമെന്ന് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അവൾ പറഞ്ഞ സത്യത്തിൽ ചേച്ചിമാരെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നേ. അവളുടെ മുഖത്തെ ചിരി സത്യത്തിൽ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അത്. അങ്ങനെ ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഈ വർഷത്തെ കുഞ്ഞുവിൻ്റെ ബർത്ത്ഡേ ആഘോഷം ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണുക, കണ്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഇടാൻ കുറച്ചധികം ലേറ്റായി. ഇത് ഞങ്ങളുടെ കുട്ടി ഒരു വലിയ സന്തോഷമായതുകൊണ്ട് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ബൈ.